ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പകലിൽ നമുക്കൊരു വേദഭാഗം ദൈവസന്നിധി ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. 2, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ തലക്കെട്ടിൽ കാണാൻ കഴിയും, ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയപ്പോൾ പാടിയ ഒരു പാട്ടാണെന്ന് അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അബ്ശാലോമിൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സന്ദർഭം അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 15-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അബ്ശാലോമിൻ്റെയും ദാവീദിൻ്റെയും ഈ സങ്കീർത്തനവുമായിട്ട് ബന്ധത്തിലുള്ള ചരിത്രം അവിടെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ദാവീദിനെ പോലെ ഈ കെദ്രോൻ തോട് കടക്കുവാൻ ഇടയായി. പക്ഷേ ദാവീദിനെ പോലെ ഓടിപ്പോവുകയല്ല യേശു ചെയ്തത്. പകരം ഈ കെദ്രോൻ തോട് കടന്നു ഗത്സമനയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാനും ഇടയായി മാറി. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദാവീദിന്റെ ദൈവാശ്രയമാണ്, ദാവീദിന്റെ ദൈവത്തിലുള്ള ആശ്രയം. അത് വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന് നേരെയുള്ള ശത്രുക്കളുടെ ബാഹുല്യം അവനെ ഭയപ്പെടുത്തുകയെങ്കിലും താൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നത് കൊണ്ട് ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവരുടെ വായ്മൊഴിയാൽ അവർ പറയുന്ന പദം ശ്രദ്ധിക്കുക, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് ദാവീദിനെ കുറിച്ച് പലരും പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ ബാഹുല്യം നിമിത്തം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഭയപ്പെട്ട് ഓടി ഒളിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് പോലെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഇന്നു പകൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാലോചനയിൽ ഞാൻ കൈമാറാം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ നാം തയ്യാറായാൽ നമ്മുടെ തല താഴുകയല്ല ചെയ്യുന്നത്, നമ്മൾ പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്. ഇന്ന് പകലിൽ നമ്മൾ ജയിപ്പാൻ തുടങ്ങും. ജോലിയോടുള്ള ബന്ധത്തിൽ വല്ലാത്തതായ പ്രതികൂലങ്ങൾ നിങ്ങളെ ഓടിപ്പോകുവാൻ മറ്റേതെങ്കിലും ഒരു മേഖലകളിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകലിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ദാവീദ് പറയുന്നൊരു പദമുണ്ട്, എതിർക്കുന്ന അനേകരുണ്ട്, രക്ഷയില്ലെന്ന് പറയുന്ന അനേകരുണ്ട്. പലരും പറയുന്നുണ്ട് അവൻ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല, എങ്ങു പോയാലും രക്ഷപ്പെടത്തില്ല, അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി മാറത്തേ ഉള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പലരും പലത് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദാവീദ് പറയുന്നൊരു പദം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്റെ തല ഉയർത്തും. നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ആക്കി വെച്ച രാജ്യത്ത്, നിന്നെ ആക്കി വെച്ച മേഖലകളിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ ജോലി മേഖലകൾ തകരാൻ അനുവദിക്കത്തില്ല. നിന്നെ ദൈവമാക്കി വെച്ച മേഖലകളിൽ തല ഉയർത്തുന്ന തരത്തിൽ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങളെ ആയിരിക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണോ അതേ സാഹചര്യങ്ങളിൽ നിങ്ങൾ പതറിപ്പോകാൻ അനുവദിക്കാതെ
നിങ്ങളുടെ തലകളെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പരിശുദ്ധ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. തല കുനിഞ്ഞ് ഓടി ഒളിച്ചു പോകുന്ന തരത്തിൽ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഭയപ്പെടുവാനല്ല, അവർ തല ഉയർത്തുമാറ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഏൽപ്പിച്ചു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.